മരത്തിൽ ഒറ്റ ഇല പോലും ഇല്ല, മരം മാത്രം നിൽക്കുകയാണ്. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ വന്നപ്പോ ഇട്ടയിലില്ല. അന്ന് ഇവര് ആ മരത്തെ കയറി ഫോട്ടോ എടുത്തു തന്നാ പിള്ളേര്. ഇലയില്ലാത്ത മരത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ഇല ആകുന്നു. പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഇല വരും, പൂ വരും. ഈ പൂ പോയിട്ട് ഒരു കാ വരും, മണിമരുന്ന വരും. മണി പോലെ ഇരിക്കേണ്ട കായ വന്നിട്ട് നമ്മുടെ ആടിന്റെ ഒക്കെ കരുത്തി കിട്ടുന്നൊരു മണിയില്ലേ, മണിമരുന്നാ പേര്. റോസ് കാട്ടിപ്പോയപ്പോ കണ്ടു. പിങ്ക് കളർ. പിന്നെ 2 തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഒന്നൊരു ആർക്കിയോളജിക്കൽ സൈറ്റും ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് നമ്മുടെ പെരിയാറിൽ. ഏതാ? ശബരിമലയിൽ മംഗളാദേവിക്ക് വരാൻ ആഗ്രഹമുണ്ടോ? വർഷത്തിലൊരിക്കലും ചിത്രാവർണ്ണയുടെ അന്ന് മാത്രമേ ആളുകൾക്ക് കയറിപ്പോയുള്ള പെർമിഷൻ. 13 കിലോമീറ്റർ ഉള്ളു വനത്തിലൂടെ പോക്കാം. വണ്ടി ഇങ്ങനെ ഓഫ് റോഡ് കയറി നിങ്ങളെ കാണിച്ചു കാണും ദൂരെ ആണോ? മലയുടെ മണ്ടയിൽ കയറി ചെന്നാൽ നമ്മൾ മലകളുടെ എല്ലാം മണ്ടയ്ക്ക് ഒരു സൈഡ് തമിഴ്നാട് മുഴുവൻ കാണാം, ഒരു സൈഡ് നെൽക്കട്ട കാണാൻ. അതിമനോഹരമാണ്. മണ്ടയിൽ ഈ ചിത്രാവർണ്ണയുടെ ഉത്സവമുണ്ട്. അത് നമ്മുടെ ചിലപ്പുകാരത്തിൻ്റെ കഥയിൽ വരുന്ന കണ്ണകി ചിലമ്പും കൊണ്ട് ഓടി എത്തിയതാണ് അവിടെ. മധുര കത്തിപ്പോയെന്നൊക്കെ കഥ പിന്നെ മിസ് പറഞ്ഞുതരും. ആ ഒരു കഥയിൽ കണ്ണകി എത്തിയ സ്ഥലമാണ് മംഗളാദേവി. വർഷത്തിലൊരിക്കലും പോകാൻ പറ്റും. നമ്മൾ അരിക്കൊമ്പനെ കൊണ്ടുവിട്ടത് അതിൻ്റെ ഏകദേശം അടുത്താണ്.